അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട പഠിതാക്കളെ, നമ്മുടെ LP അറബിക് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ LP പാർട്ട് ടൈം ഫുൾ ടൈം അറബിക്കിലെ പെഡഗോജിയിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഓരോ എക്സാമ്പിൾ കഴിയുമ്പോഴും പെഡഗോജിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്ന് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ഏകദേശം ഒരു 9ഓളം ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ, അദ്വാറുൽ മുഅല്ലിം ഫി തഅലീമു തആവുനി. അദ്വാറുൽ മുഅല്ലിം അല്ലേ, അധ്യാപകൻ്റെ റോൾ ഏതാണ്? തഅലീമു തആവുനി എന്ന് പറയുമ്പോൾ കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. ഒരു കോപ്പറേറ്റീവ് ലേണിങ്ങിൽ ഒരു അധ്യാപകൻ്റെ റോൾ എന്താണ്? അപ്പോൾ അവിടെ കൊടുത്തത് നോക്കിയേ, തക്വീൻ അൽ മജ്മുആത്ത് വഖ്തിയാർ ഷക്ലുൽ മജ്മുഅ ഇല്ലേ, ആ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നതും ആ ഗ്രൂപ്പിൻ്റെ രൂപം അതിനെ സെലക്ട് ചെയ്യുന്നതും ഒക്കെ അധ്യാപകനാണ്. ഇഖ്തിയാറുൽ മൗളൂ, അതിലേക്കുള്ള സബ്ജക്റ്റ് ആ ടോപ്പിക്ക് കുട്ടികൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതും അധ്യാപകനാണ്. തഹദീദുൽ അഹ്ദാഫ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നിർണ്ണയിക്കുന്നതും അധ്യാപകനാണ്. തഹദീദ് അൽ മുഹിമ്മാത്തു റഈസിയ വൽ ഫറഇയ്യ അല്ലേ, പ്രൈമറി അതുപോലെ തന്നെ സെക്കൻഡറി ആയിട്ടുള്ള ഡ്യൂട്ടികളൊക്കെ നിർണ്ണയിക്കുന്നത് അധ്യാപകനാണ്. ലിൽ മൗളൂ, ഒരു വിഷയത്തിലേക്കുള്ള ഒരു ടോപ്പിക്കിലേക്കുള്ള തൗജീഹു തഅല്ലും, എന്നിട്ട് അതുപോലെ തന്നെ പഠനത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഒരു അധ്യാപകൻ്റെ റോളുകൾ? ത ആണോ, ബ ആണോ, അലിഫും ബ ആണോ, അലിഫ് ബ ത ആണോ? ഡെഫിനറ്റ്ലി നമുക്കറിയാം ആൻസർ ഈ പറയുന്ന എല്ലാം ഒരു അധ്യാപകൻ്റെ റോള് തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് എന്താണ് താലീമു തആവുനി കോപ്പറേറ്റീവ് ലേണിങ്ങിൽ ഒരു അധ്യാപകൻ്റെ റോൾ എന്തൊക്കെയാണ്? അധ്യാപകൻ അവിടെ എന്തൊക്കെ ചെയ്യണം? അധ്യാപകൻ വ്യക്തമായിട്ട് അതിൻ്റെ എന്താണ് അഹ്ദാഫുകൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് കൊടുക്കേണ്ടത് അധ്യാപകനാണ്. അതുപോലെ തന്നെ മുഹിമ്മത്തു താലിമിയ, പഠനത്തിലുള്ള ഓരോരുത്തർക്കുമുള്ള ടാസ്കുകൾ അത് വിവരിച്ചു കൊടുക്കേണ്ടത് അധ്യാപകനാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ശ്രദ്ധയെ ഉണർത്തേണ്ടത് അധ്യാപകനാണ്. അതുപോലെ അമലു അല തഖ്വീമു തഹ്സീലു ത്വാലിബ്, കുട്ടികൾക്ക് കിട്ടിയ കാര്യങ്ങൾ ഇവാലുവേഷൻ നടത്തേണ്ടത് അധ്യാപകനാണ്. അതുപോലെ തക്വീനുൽ മജ്മുഅത്ത് അല്ലേ, ഗ്രൂപ്പ് ഫോം ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പ്രൈമറി സെക്കൻഡറി ആയിട്ടുള്ള ടാസ്കുകൾ കുട്ടികൾക്ക് വേർതിരിച്ചു കൊടുക്കുന്നതൊക്കെ അധ്യാപകൻ തന്നെയാണ്. അപ്പോൾ ഇത്രയും റോള് ഒരു കോപ്പറേറ്റീവ് ലേണിങ്ങിൽ ഒരു അധ്യാപകൻ ഉണ്ട് എന്നത് മനസ്സിലാക്കുക അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മിൻ മബാദി തഖ്തീദു തർബവി അല്ലേ, എഡ്യൂക്കേഷൻ പ്ലാനിങ്. തഖ്തീത്ത് എന്ന് പറയുമ്പോൾ പ്ലാനിങ് ആണ്. ഒരു പ്ലാനിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിളുകളിൽ പെട്ടതാണ് ഏതൊക്കെ? ഷുമൂലിയ വത്തക്കാമുൽ, കോംപ്രിഹെൻസീവ്നെസ്, ഇസ്തിംറാറിയ അല്ലേ, കണ്ടിന്യൂഷൻ, മുറൂനത്ത് എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഒരു എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിളുകളിൽ പെട്ടത്? യെസ്, ഡെഫിനറ്റ്ലി ഇവിടെ എല്ലാം ഈ പറയുന്ന കോംപ്രിഹെൻസീവ് ആയിരിക്കണം, കണ്ടിന്യൂഷൻ വേണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഈ പറയുന്നതെല്ലാം ഒരു പ്ലാനിങ്ങിന് വേണ്ട ഗുണങ്ങളാണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബോ ആണ് ഇതിലും ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. യെസ്, അന്നവാത്ജു തഅലീമിയ മിൻ തഅലീമിൽ ഖുർആനിൽ കരീം അല്ലേ, ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഖുർആൻ ടീച്ച് ചെയ്യുന്നതിൻ്റെ ലേണിംഗ് ഔട്ട്കമ്മിൽ പെട്ടതാണ് ഏതെല്ലാം? നോക്കിയേ, യഖ്തദിറു അല ഇസ്തിമാഇ ആയത്തുൽ ഖുർആനിയ, ഖുർആൻ്റെ ആയത്തുകൾ കേൾക്കാൻ കഴിയുന്നു. യഖ്തദിറു അല ഫഹ്മിൽ മആനി, ഖുർആൻ്റെ ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ യഖ്തദിറു അല ഖിറാഅത്തിൽ ആയത്തുൽ ഖുർആനിയ അല്ലേ, ഖുർആൻ്റെ ആയത്തുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വായിക്കാൻ, ഖുർആൻ്റെ ആയത്തുകൾ ഓതാനും വായിക്കാനുമുള്ള കഴിവ് ലഭിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ഒരു ലേണിംഗ് ഔട്ട്കം? ഖുർആൻ പഠിക്കുന്ന ലേണിംഗ് ഔട്ട്കം എന്താ? യെസ്, ഡെഫിനറ്റ്ലി ഈ പറയുന്നതെല്ലാം നമുക്കറിയാം ഖുർആൻ പഠിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങളാണ്. അപ്പോൾ ഇവിടെയും ആൻസർ വരുന്നത് എന്ത് തന്നെയാണ്? അൽ ജമീഅ്, അലിഫ് ബാത്ത എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അൽ ഖിറാഅ അന്നമൂദജിയ ഹിയ മാ യഖൂമു ബിഹ. ഖിറാഅ നമൂദജിയ എന്ന് പറഞ്ഞാൽ മോഡൽ റീഡിംഗ് ആണ്. ഓക്കെ, മോഡൽ റീഡിംഗ്. അപ്പോൾ ഈ മോഡൽ റീഡിങ് അത് നിർവഹിക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. അൽ മുഅല്ലിമു ജഹ്റൻ ഫി സൗത്തിൻ ആലിൻ ഫി സൊഫ് അല്ലെ, മുഅല്ലിമു ജഹ്റൻ അധ്യാപകൻ തന്നെ അല്ലേ, അധ്യാപകൻ ടീച്ചർ അല്ലേ, ക്ലാസ് റൂമിൽ ജഹ്റൻ ലൗഡായിട്ട് അധ്യാപകൻ വായിക്കുന്ന വായനയാണ്. അത്തുല്ലാബ് ബി അൻഫുസിഹിം സാമിത്തീൻ, വിദ്യാർത്ഥികൾ സ്വയം സൈലൻ്റ് ആയിക്കൊണ്ട് വായിക്കുന്ന വായനയാണ്. അത്തുല്ലാബു ഫിൽ മജ്മുഅത്തി സഗീറ, കുട്ടികൾ സ്മോൾ ഗ്രൂപ്പുകളായിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വായിക്കുന്നതാണ്. കുട്ടികൾ ഒറ്റയ്ക്ക് ക്ലാസ് റൂമിൻ്റെ അകത്ത് വായിക്കുന്നതാണ്. യെസ്, അപ്പോൾ ഡെഫിനറ്റ്ലി മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കുട്ടികൾക്ക് ഒരു മോഡലായിട്ട് കാണിച്ചു കൊടുക്കാനുള്ളതാണല്ലോ. അത് അധ്യാപകൻ്റെ വായനയാണ്. അപ്പോൾ എന്താണ് ഈ മോഡൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ? ഇവിടെ പറഞ്ഞ ആൻസർ ഇതാണ്, ഓപ്ഷൻ എ ആണ്. അപ്പോൾ എന്താണ് ഈ മോഡൽ റീഡിംഗ്?
ഖിറാഅ നമൂദജിയ മോഡൽ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഖൂം ബിഹൽ മുഅല്ലിം ലിതകൂന നമൂദജൻ യസ്തമിഉ ഇലൈഹി തലാമീദ് വയഖലിദൂനഹ, വിദ്യാർത്ഥികൾക്ക് കേൾക്കാനും അവർക്ക് അനുകരിക്കാനും വേണ്ടി അധ്യാപകൻ നടത്തുന്ന വായനയാണ് ഖിറാഅ നമൂദജിയ. അവിടെ ആദത്തൻ ഖിറാഅത്തു സാമിത ഇസ്തിആബ്, അത് സാധാരണയായിട്ട് ഈ ഖിറാഅ നമൂദജിയ അധ്യാപകൻ എപ്പോഴാണ് നടത്തുക? അത് കുട്ടികളുടെ മെല്ലെയുള്ള വായനയും കുട്ടികളുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കുട്ടികളുടെ ലൗഡ് റീഡിങ്ങും കഴിഞ്ഞിട്ടാണ് അധ്യാപകൻ എന്ത് ചെയ്യുന്നത്? ഈ ഖിറാഅ നമൂദജിയ നടത്തുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഹാൻഡ് ബുക്കിൻ്റെ അകത്ത് പറഞ്ഞൊരു സംഗതിയാണ്. ഹാൻഡ് ബുക്കിൻ്റെ അകത്ത് ഒരു കഥ വായിപ്പിക്കുന്നതിൻ്റെ സ്റ്റെപ്പുകളായിട്ട് പറയുന്നുണ്ട്. കുട്ടികൾ ഒറ്റയ്ക്ക് വായിക്കുന്നു, കുട്ടികൾക്ക് പുതിയ വാക്കിൽ അവർ അടിവരയിടുന്നു, ആ അർത്ഥം അവർ ഡിക്ഷണറിയിൽ നിന്ന് കണ്ടെത്തുന്നു, അവർ ഗ്രൂപ്പിൽ വായിക്കുന്നു, പിന്നെ ലാസ്റ്റ് കണ്ടോ ഖിറാഅ മിസാലിയ, അധ്യാപകൻ ഖിറാഅ മിസാലിയ നടത്തുന്നു. ആ ഖിറാഅ മിസാലിയ തന്നെയാണെന്ത്? ഈ ഖിറാഅ നമൂദജിയ എന്നുള്ളത്. അപ്പോൾ അധ്യാപകൻ്റെ വായനയാണത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലൈസ മിൻ മബാദി വാജിബാത്തുൽ മൻസിലിയ, ഒരു ഹോംവർക്കിൻ്റെ, വാജിബാത്തുൽ മൻസിലിയ എന്ന് പറയുമ്പോൾ ഹോംവർക്കാണ്, ഒരു ഹോംവർക്കിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിൽ പെടാത്തത് ഏതാണ്? ലൈസയാണ് കേട്ടോ, പെടാത്തതാണ് അല്ലേ. ഞങ്ങൾക്ക് മൗലൂഹ മദ്റൂസനോ മഫ്ഹൂമൻ, അപ്പോൾ നമ്മൾ ഹോംവർക്ക് കൊടുക്കുന്ന വിഷയം ഓൾറെഡി പഠിപ്പിച്ചതും കുട്ടിക്ക് മനസ്സിലായതുമായിരിക്കണം. അതുപോലെ തന്നെ അടുത്ത എന്താ, അൻ തക്കൂന ലഹ അലാഖ ബിൽ മവാദി ദറാസിയ, കുട്ടി പഠിക്കുന്ന കണ്ടൻറ്റുമായിട്ട് ഒരു ബന്ധം അതിന് വേണം ഹോംവർക്കിന്. അൻ തക്കൂന മൗലൂഅൻ ജദീദൻ ഗൈറു മസ്ബൂഖ് ഫി സഫ്, ക്ലാസ് റൂമിൽ തീരെ പറയാത്ത, ഗൈറു മസ്ബൂഖ് ഒരിക്കലും പറയാത്ത പുതിയ ഒരു ന്യൂ ടോപ്പിക് ആയിരിക്കണം ഹോംവർക്ക് കൊടുക്കേണ്ടത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ. യെസ്, ഇതിലേതാണ് നമുക്കറിയാം ഹോംവർക്കുമായിട്ട് ബന്ധപ്പെടാത്തത്? ഡെഫിനറ്റ്ലി താണ് അല്ലേ. നമുക്കറിയാം ഒരിക്കലും പഠിപ്പിക്കാത്തൊരു സാധനമാണോ നമ്മൾ കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കേണ്ടത്? അല്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി താ ഫഖത്താണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്, നോക്കൂ. ലൈസ മിൻ അൻഷിത തഹരീരിയ, ലൈസ മിൻ അൻഷിത തഹരീരിയ. അൻഷിത തഹരീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടൺ ആക്ടിവിറ്റിയാണ്, റിട്ടൺ ആക്ടിവിറ്റി. അപ്പോൾ ഇതിൽ കൊടുത്തതിൽ ഏതാണ് റിട്ടൺ ആക്ടിവിറ്റിയിൽ പെടാത്തത്? താബിയത്തുൽ ഇസ്തിമാറ, ഒരു അപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ഒരു ബയോഡാറ്റ ഫില്ല് ചെയ്യണത്. ഹിഫ്ളുൻ നുസൂസ്, ഒരു ടെക്സ്റ്റ് കാണാപ്പാഠം പഠിക്കുക, മെമ്മറൈസ് ചെയ്യണത്. ഇഅ്ദാദുൽ മുഫക്കിറ, ഒരു കുറിപ്പ് അല്ലേ, ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു ഡയറി എഴുതുന്നത്, ഒരു കുറിപ്പ് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതുന്ന ആക്ടിവിറ്റിയിൽ പെടാത്തത് എന്ന് പറയുമ്പോൾ ഏതാണ്? ഡെഫിനറ്റ്ലി ഏതായിരിക്കും വരിക? യെസ്, നമുക്കറിയാം ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചാലും കുറിപ്പ് എഴുതിയാലും അതൊക്കെ എഴുതുന്ന ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൽ പെടാത്തത് ഏതാണ്? ബാ ഫഖത്ത് ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. യെസ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മേലെ അനാസർ ഇലത്തി തെൽസമ മുറാത്തുഹ ഇന്ത തഷ്കീൽ മൻഹജു ദിറാസിൽ മദാരിസ്, സ്കൂളുകളിൽ നമ്മൾ കരിക്കുലം പ്രിപ്പയർ ചെയ്യുമ്പോൾ, കരിക്കുലം ഫോം ചെയ്യുമ്പോൾ പരിഗണിക്കൽ നിർബന്ധമായ അനാസറുകൾ, ഘടകങ്ങൾ ഏതെല്ലാമാണ്? നോക്കിയേ, നുമുവു തിഫുൽ മിൻ തബക്കത്തിൽ ഒല്യ അല്ലേ. എന്താണ്? നല്ല ഹൈ സ്റ്റാൻഡ്. നുമുവു തിഫുൽ തബക്കത്തിൽ ഒല്യ എന്ന് പറയുന്നത് ഉയർന്ന തട്ടിലുള്ള കുട്ടികളുടെ വളർച്ച. അന്നുമുവു ഷാമിൽ തിഫിൽ, കുട്ടികളുടെ പൂർണ്ണമായ എല്ലാ മേഖലയിലുമുള്ള വളർച്ച. അല്ലാ തക്കൂന ദിറാസ ഫിലോത്തി ഉമ്മുദാരിസ് ഫഖത്ത്, കുട്ടികളുടെ പഠനം മാതൃഭാഷയിൽ അല്ലാതിരിക്കുക. തത്വീറുൽ ജുസിയിൽ മഖ്ദൂറത്ത് തിഫിൽ, കുട്ടികളുടെ കഴിവുകൾക്ക് എന്ത് ചെയ്യുക? ഒരു ഭാഗികമായി കുട്ടികളുടെ കഴിവുകൾ വളരുക, ഡെവലപ്പ് ആവുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ഏതായിരിക്കും വേണ്ടി വരിക? ഉയർന്ന തട്ടിലുള്ള കുട്ടികളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ അത് പറ്റൂല ഇല്ലേ. മാതൃഭാഷയിലല്ലാത്ത പഠനം അതും പറ്റൂല. പിന്നെ കുറച്ച് ഭാഗികമായിട്ട് മാത്രം വളരലല്ലോ, പിന്നെന്താ? യെസ്, നുമുവു ഷാമിൽ തിഫിൽ, കുട്ടിയുടെ പൂർണ്ണമായ വളർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് നമ്മൾ കേരളത്തിലെ മുമൈസാത്ത് മനാഹജു ദിറാസിയാൽ മുത്തുബാഫി വിലായത്ത് കേരളം, നമ്മൾ കേരളത്തിൽ ഫോളോ ചെയ്യുന്ന കരിക്കുലത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? അൽ ഇഹ്തിമാമുൽ ബിത്താഖുദ് മിൻ ഇൻജിസാത്ത് ദിറാസിയ ലികുല്ലി ദാരിസിൻ മഅ കൗനി തർബിയ മജ്ജാനൻ, എഡ്യൂക്കേഷൻ ഫ്രീ ആക്കിക്കൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാ പഠന നേട്ടങ്ങളും ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ 1ഉം 2ഉം ക്ലാസ്സുകളിലേക്ക് അല്ലേ ഈ ലുഗത്തുൽ മാതൃഭാഷയും കണക്കും ഇംഗ്ലീഷും മാത്രമാകുന്ന രീതിയിൽ ടെക്സ്റ്റ് ബുക്കുകൾ നിർമ്മിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിലേക്ക് പ്രത്യേകം ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കുക. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഇഷ്ടഭാഷയും കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃഭാഷയുമായ മലയാളത്തിന് പ്രാധാന്യം നൽകുക.
അതുപോലെ തന്നെ എന്താണ് ഈ KG ക്ലാസ്സുകളിലേക്ക് അല്ലെ KG ക്ലാസ്സുകളിലുള്ള ഏകദേശം ഒരു മുവഹദായിട്ട് ഏകീകരിച്ചിട്ടുള്ള രീതിയിൽ ഒഫീഷ്യൽ വിദ്യാഭ്യാസം KG ക്ലാസ്സുകളിലേക്കും നൽകുക. അതുപോലെ തന്നെ ICTയുടെ ഉപയോഗം കാര്യക്ഷമമായിട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ പ്രത്യേകം പരിഗണന അർഹിക്കുന്ന PWD മറ്റേ നമ്മളെ ഈ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ മുസ്തഇബ് അല്ലേ, നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ CCE നടക്കുന്നുണ്ട് എന്നും എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിലുള്ള നിലവിലുള്ള കരിക്കുലത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ അതിൽ പെട്ട ഒന്നാണെന്ത്, മാതൃഭാഷയ്ക്കും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലൈസ മിൻ മീസാത്തി നവാത്തിഷു തഅല്ലുമിയ, ഒരു ലേണിംഗ് ഔട്ട്കമ്മിൻ്റെ പ്രത്യേകതകളിൽ പെടാത്തത് ഏതാണ്? അത് തെക്കൂനു ഖാലി അലിൽ മുലാഹല വസാലിഹത്തുൽ ഇഖ്തിബാർ. ലേണിംഗ് ഔട്ട്കം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. ലേണിംഗ് ഔട്ട്കം ടെസ്റ്റ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും പറ്റുന്നതായിരിക്കണം. തതളമ്മനു അൽ മആരിഫ് അൽ മലിക്കാത്ത് വ ദിഹ്നിയാത്ത് വൽ ഖിയം, അതിൻ്റെ അകത്ത് കുട്ടികളുടെ കഴിവുകളും അറിവുകളും വാല്യൂസും ഒക്കെ അതിൻ്റെ അകത്ത് വരണം. ഹിയ മായൽഖിൽ മുദരിസ് മിൻ ഖിലാൽ മുഹാദറത്തിഹി, തൻ്റെ മുഹാദറയുടെ എന്താണ്, താൻ ലെക്ചറിങ് നടത്തുമ്പോൾ, ഒരു അധ്യാപകൻ താൻ ലെക്ചറിങ് നടത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്നതാണ്, അധ്യാപകൻ പറയുന്നതാണ് ലേണിംഗ് ഔട്ട്കം. ഇതിലേതായിരിക്കും അതിൽ പെടാത്തത്? നമുക്കറിയാം ലേണിംഗ് ഔട്ട്കം അല്ലേ, ടെസ്റ്റ് ചെയ്യാൻ പറ്റണം, കുട്ടികൾ എല്ലാവിധ കഴിവുകളും അതിൻ്റെ അകത്ത് വേണം. അപ്പോൾ പിന്നെ ഏതാണ്? യെസ്, ഡെഫിനറ്റ്ലി എന്താണ് ഇതിൻ്റെ അകത്ത് വേണ്ട. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസറായി വരിക അല്ലേ. അപ്പോൾ എന്താണ് ഒരു ലേണിംഗ് ഔട്ട്കം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന എല്ലാ ക്വാളിറ്റീസും വേണം. അടുത്ത നോക്കിയാൽ ഖവായിദു തഖ്ദീർ ഔ റൂബ്രിക്. ഖവായിദു തഖ്ദീർ അല്ലെങ്കിൽ റൂബ്രിക് അതെന്താണ്? അത് എക്സാമുകൾക്കുള്ള അല്ല, എക്സാമുകളുടെ ഒരു എഴുത്തിനുള്ള രീതിയാണ്. അതുപോലെ ന്യൂസായിദ് ദാരിസ് അൽ ഇക്തിസാബി മഹാറത്തുൽ ഹയാത്തിയ, വിദ്യാർത്ഥികൾക്ക് ലൈഫ് സ്കില്ല് നേടിക്കൊടുക്കുന്ന ഒന്നാണ് റൂബ്രിക്സ്. ദലീൽ തഖ്യീം അല്ലതി യസ്തഖ്ദിമുൽ തഖ്യീം ദാത്തി, സെൽഫ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു തെളിവാണ്, അതിനുപയോഗിക്കുന്ന ഒരു സംഗതിയാണ് റൂബ്രിക്സ്. ഏതാണ്? യെസ്, ഏതാണ് ശരി? അതെ, റൂബ്രിക്സ് എന്ന് പറയുന്നത് ഞാൻ ക്ലാസ് റൂമിൽ നിന്ന് സംസാരിച്ചു, നന്നായി സംസാരിച്ചോ? യെസ്, നന്നായിട്ടുണ്ട്. ഇനി അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ? ഇങ്ങനെ സെൽഫ് അസസ്മെൻറ്റ് നടത്തുന്ന ഒരു ചെക്ക് ലിസ്റ്റ് പോലത്തെ സാധനമാണ് റൂബ്രിക്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ വരിക? യെസ്, ഫഖത്ത് ആണ് തഖീം ദാത്തി, സെൽഫ് ഇവാലുവേഷൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണെന്ത്, റൂബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ എന്താണ് റൂബ്രിക്സ് നോക്കിയാൽ, റൂബ്രിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഖവായിദ് തഖീം, സലാലിം തഖ്ദീർ, മആയിർ തസ്ഹീഹ് എന്നൊക്കെ റൂബ്രിക്സ് അറിയപ്പെടുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? കുട്ടികളുടെ ലെവൽ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതാണ് റൂബ്രിക് എന്ന് പറയുന്നത്. അപ്പോൾ അത് സെൽഫ് അസസ്മെൻറ്റിനും കൂടെ ഉപയോഗിക്കുന്ന സംഗതിയാണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദിറാസത്തുൽ ഹാലക്ക് പറയുന്ന ഇംഗ്ലീഷ് പദം ഏതാണ്? ദിറാസത്തുൽ ഹാലക്ക് പറയുന്ന ഇംഗ്ലീഷ് പദം ഏതാണ്? യെസ്, ഇൻസ്റ്റൻറ്റ് ലേണിംഗ് സിറ്റുവേഷൻ, പാരലൽ ലേണിംഗ്, കേസ് സ്റ്റഡി. ഒരു സംശയവും വേണ്ട, ഏതാണ്? കേസ് സ്റ്റഡിയാണ് കേട്ടോ. ഓപ്ഷൻ D കേസ് സ്റ്റഡിയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആധുനികമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഇവാലുവേഷൻ ടൂൾസാണ് ഈ പറയുന്ന ചെക്ക് ലിസ്റ്റ്, ഖായിമത്തുൽ ലബ്ത്ത്, തഅയീൻ തഫാവുത്ത് ഷഖ്സിയ, റേറ്റിംഗ് സ്കെയില്, മുസജ്ജൽ ഇസ്തിഖ്റായി, ഇൻവെൻട്രി, സജ്ജൽ മീസാത്തു ഷഖ്സിയ, അനക്ഡോട്ടൽ റെക്കോർഡ്, മുസജ്ജൽ ജാമിഉ ലിസിറത്തി വസുലൂഖു ത്വാലിബ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, അൽ ഇഖ്തിബാർ ടെസ്റ്റ്, ദിറാസത്തുൽ ഹാല, കേസ് സ്റ്റഡി, ഖവായിദ് തഖീം അഥവാ റൂബ്രിക്സ്, ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആധുനികമായിട്ടുള്ള ചില ഇവാലുവേഷൻ ടൂളുകളാണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, അൽ മുസ്തലഹുൽ അറബി മുഖാബിൽ പ്രൊഫഷണൽ എത്തിക്സ്. ഈ സെൻറ്റൻസിൽ എവിടെയാണ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് വന്നിട്ടുള്ളത്? താഴെ കൊടുത്തതിൽ ഏതിലാണ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് വന്നിട്ടുള്ളത് നോക്കുക. ഹാദൽ മൻഹജു ദിറാസി മുനാസിബിൽ തൗഫീൽ മുസാവാത്ത് തവാസുൽ ഫുറസ്. ഈ കരിക്കുലം എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങളും ഇക്വിറ്റി നൽകുന്നതാണ്. ഹാദൽ മൻഹജു ദിറാസി മുലായിമുൽ ഇൻഷായി ജീലുൻ ഖാബിൽ ഖിയമിൽ ഇൻസാനിയ. ഈ കരിക്കുലം മാനുഷിക മൂല്യങ്ങളുള്ള ഒരു പുതുതലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ യോജിച്ചതാണ്. തർക്കീസ് അല ഖാനുൽ അഖ്ലാഖിയാത്തുൽ ഹറഫിൽ മുദരിസിൽ മദാരിസ് അമ്രുൻ മുഹിമുൻ. സ്കൂളുകളിൽ അധ്യാപകർ പാലിക്കേണ്ട കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സിൽ ഫോക്കസ് ചെയ്യണം.
അതുപോലെ അഖ്ലാഖിയ അമ്രുൻ ഖൈറു മർഗൂബുൻ ഫി മജാലി തർബിയ തഅലീം, വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ എത്തിക്സ്, അഖ്ലാഖിയ എത്തിക്സ് അറിയുന്ന സംഗതി ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന വാക്കിന് അവിടെ ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ചോദ്യം. യെസ്, ഡെഫിനറ്റ്ലി ഏതാണത്? അതെ, ഖാനൂനുൽ അഖ്ലാഖിയാത്തുൽ ഹറഫി, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നമ്മുടെ ഹാൻഡ് ബുക്കിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അധ്യാപകരുടെ കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഉണ്ടോ ഇങ്ങനെ ടീച്ചേഴ്സിനോടുള്ള അദ്ദേഹത്തിൻ്റെ എത്തിക്സ് എങ്ങനെയായിരിക്കണം, സമൂഹത്തോടും പാരൻസിനോടും എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്. ഇനി നമ്മുടെ കുട്ടികളുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട്, ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നോക്കിയേ, ഹസല അല ഷഹാത്തു ദക്തൂറ 971 മിസറിൽ നിന്ന് ദഅവത്തുൽ ഇസ്ലാമിയ തതവ്വുറാത്തുഹ ഫി ശബൈഖാത്തിൽ ഹിന്ദിയ എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയത് ആരാണ്? ഡോക്ടർ ത്വഹ ഹുസൈൻ, സയ്യിദ് അബ്ദുറഹ്മാൻ ഐദുർ അസ്ഹരി, ഡോക്ടർ സുലൈമാൻ നദ്വി, ദക്തൂർ മുഹീദ്ദീൻ ആലുവായി. ആരാണ്? യെസ്, സംശയമേതുമില്ല, ആരാണ്? ഡോക്ടർ മുഹീദ്ദീൻ ആലുവായി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ? അതെ, ഡോക്ടർ മുഹീദ്ദീൻ ആലുവായിനെ പറ്റിയിട്ട് ടെക്സ്റ്റ് ബുക്കുകളിലും ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഭാഗത്തൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. 1950 അദ്ദേഹം അസർ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠനത്തിന് വേണ്ടി പോയി. അവിടെ അദ്ദേഹം മജ്ലിസുൽ ഹിന്ദി അലാഖാത്തു സഖാഫിയ അവിടുന്ന് ഇറങ്ങുന്ന മാഗസിനുകളിൽ അദ്ദേഹം തൻ്റെ മക്കാലുകളൊക്കെ പബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജാമിഅത്ത് അസ്ഹറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ദഅവത്തുൽ ഇസ്ലാമിയ തതവ്വുറുഹ ഫി ശബൈഖാത്തിൽ ഹിന്ദിയ എന്ന വിഷയത്തിൽ 1971 അദ്ദേഹത്തിന് PhD ലഭിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് വന്നൊരു ക്വസ്റ്റ്യനാണ്, സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഓക്കെ, പിന്നീട് അദ്ദേഹം ജസീറത്തുൽ അറബിലേക്ക് പോകുന്നതും അവിടെ മദീന മുനവറയിലെ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം വലിയ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുന്നതൊക്കെ ആ പുസ്തകത്തിൻ്റെ അകത്ത് ഓൾറെഡി വന്ന കാര്യങ്ങളാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പുസ്തകത്തിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, മുഹീദ്ദീൻ ആലുവായുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ നിങ്ങൾ ഇന്ത്യൻ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ആ ഭാഗത്തും രണ്ടിടത്തും വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകളും അദ്ദേഹത്തിൻ്റെ ലൈഫും പ്രൊഫൈലും കൃത്യമായിട്ടൊന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. الاسم الكامل للرئيس الهندي السابق الفضيل دكتور അബ്ദുൽ കലാം. ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമിൽ ഇന്ത്യയുടെ റയീസുൽ ഹിന്ദായിരുന്ന, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന, ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആയിരുന്ന ആ വ്യക്തിയുടെ ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ഫുൾ നെയിം എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ അറബി ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അബുൽ ഫക്കീർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം, അബു ബഷീർ ജുബൈർ ബിൻ അബ്ദുൽ കലാം, അബു ബക്കർ ജാബിർ ബിൻ അബ്ദുൽ കലാം, അബു മുഹമ്മദ് ഷംസുൽ ആബിദീൻ അബ്ദുൽ കലാം. ഏതാണ്? യെസ്, അബുൽ ഫക്കീർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ അല്ലേ. അൽ അഹ്ലാം മാ തറാ ഫിൽ മനാം ഇന്നമൽ അഹ്ലാം മാ തുസ്അജു നൗമക്. അല്ല, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം. ഈ ഒരു സെൻറ്റൻസ് ഏതോ ഒരു പ്രസിദ്ധനായ വ്യക്തിയുടെ സംസാരത്തിൻ്റെ അറബീകരിച്ച സെൻറ്റൻസാണ്, ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ആരാണ് ആ വ്യക്തി എന്നാണ് ചോദ്യം അല്ലേ. അബ്രഹാം ലിങ്കൺ, മഹാത്മാഗാന്ധി, നെൽസൺ മണ്ടേല, APJ അബ്ദുൽ കലാം. ആരുടെ വേർഡ്സാണ്? യെസ്, ഡെഫിനറ്റ്ലി അത് APJ അബ്ദുൽ കലാമിൻ്റെ വേർഡ്സാണ് അല്ലേ. യെസ്, അദ്ദേഹം പറഞ്ഞതാണ് അല്ലേ. എന്താണ്? ലൈസത്തുൽ അഹ്ലാം മാ തറാ ഫിൽ മനാം ഇന്നമൽ അഹ്ലാം മാ തുസ്അജു നൗമക്. നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം അല്ലേ. അതുപോലെ നിങ്ങൾ സ്വപ്നം കാണണം, അത് നിങ്ങളെ ചിന്തയിലേക്ക് നയിക്കും, ചിന്ത നിങ്ങളെ പ്രവർത്തനത്തിലേക്ക് നയിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വർക്കുകൾ അദ്ദേഹത്തിന്, ഒരുപാട് കോഡ്സുകൾ അദ്ദേഹത്തിനുണ്ട്, മോട്ടിവേഷൻ കോഡ്സ്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ചോദിച്ചത് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. സദത്തുൽ ഖുറ ബികുല്ലി ഖുവത്തിൻ അൽ മർമ തമുജുൽ മൽഅബ് ബിസ്സഗാരീദ് ഹദഫ് മാ മഅന അൽ ഹഖീഖി ലിജുംല തമുജു അൽ മൽഅബ് ബിസ്സഗാരീദ് അല്ലേ. ഞാൻ പന്ത് കൊണ്ട് എല്ലാ ശക്തിയും എടുത്ത് ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചു. അവിടെയുള്ള കാളികളൊക്കെ, ആ ഒരു കളിക്കളം തന്നെ മുഴുവൻ സഗാരീദ് കൊണ്ട് നിറഞ്ഞു. സഗാരീദ് ഇല്ലേ, ആരവങ്ങൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. അപ്പോൾ ഇവിടെ കളിക്കളം ആരവങ്ങൾ കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നാണ് ചോദ്യം അല്ലേ. ഇവിടെ നോക്കിയേ, സാറൽ ഉനാസ് ഫിൽ മൈദാൻ ബിൽ ഗളബി വൽ കറാഹിയ, വെറുപ്പ് കൊണ്ട്, ആളുകൾ വെറുപ്പ് കൊണ്ട് ഇളകി മറിഞ്ഞു. അൽ ഉനാസ് യഹ്തസൂന ഫിൽ മൈദാൻ ഖബ്ല ഹുസൂൽ അൽ ഹദഫ്, ഗോൾ ലഭിക്കുന്നതിന് മുമ്പ് ആളുകൾ അവിടെ ഇളകി മറിയുന്നു, അവിടെ ഒച്ചപ്പാടുണ്ടാക്കുക. ഇഹ്തസ
യതഹാസൽ മുഷാഹിദുൻ ഫിൽ മൈദാൻ ബിൽ ഫറഹി സുറൂർ അല്ലെ, സന്തോഷം കൊണ്ട് കാണികൾ അവിടെ കുലിക്കുകയാണ്. ലായിബുൻ യതസാറഉ അലിൽ ഹദഫിൽ മൈദാൻ, കളിക്കാർ ഗോളിന് വേണ്ടി തല്ലുകൂടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ഈ സഗാരീതുമായി ബന്ധപ്പെട്ട അർത്ഥം? യെസ്, അതെ, എന്താണ്, കാണികൾ ആവേശത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അവിടെ എന്ത് ചെയ്യാണ്, കളിക്കളത്തിൽ ശബ്ദമുഖരിതമാക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? സഗാരീദ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അത് 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തും ഇതാ വരുന്നുണ്ട് അല്ലേ. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ സംഗതിയാണ് ഇതിൻ്റെ അകത്ത് ചോദിച്ചത്. ഈ സഗാരീദ് എന്നുള്ള വാക്കാണ് അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. യെസ്, حبيبي قد حققت أحلامي وأنا أفتخر بأنني محارب شجاع يفدي بنفسه للوطن أبشر يا بني فحبل الإعدام وسام للمحارب. അല്ലേ, എൻ്റെ മോനെ, നീ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. ഞാനൊരു സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ അർപ്പിച്ച ഒരു മോൻ്റെ ഉമ്മയാണെന്ന നിലക്ക് ഞാൻ അഭിമാനിക്കുന്നു മോനെ. അതുപോലെ തന്നെ മോനെ, പോരാളികൾക്കുള്ള ഒരു മെഡലാണ് എന്ത്, തൂക്കുകയർ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിലെന്താണ് ഉമ്മ തൻ്റെ മകനോട് എന്താണ് ആവശ്യപ്പെടുന്നത്? എന്താണ്? യെസ്, എന്താണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലിയൻ ഇസ്തിഷാദ് ഫി സബീൽ വതൻ അംറുൻ യസ്തഹിഖു തഖ്ദീർ അന്നാസ് ഫി ദുനിയ വയസ്തഖുൽ ജന്ന ഫിൽ ആഖിറ. എന്താണ്, രാജ്യത്തിന് വേണ്ടി പോരാടി മരിക്കുക എന്നത് ദുനിയാവിൽ ജനങ്ങളുടെയും ആഖിറത്തിൽ അള്ളാഹുവിൻ്റെയും എന്താണ്, സ്വർഗവും ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഓപ്ഷൻ ബി ലിയൻ തഖലുസ് ഫി അഹ്ബിൽ ലിഅദാം വിസാമിൽ മുഹാരിബ്. അല്ലേ, തൂക്കുകയർന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അതാണ് പോരാളിക്കുള്ള മെഡൽ. ലിയനൽ ഇസ്തിഷാദ് ഫി സബീൽ ഹുരിയത്തിൽ ഫർദ് അമ്രുൻ നസ്തഹിഖു തഫാഖുർ വ തഖ്ദീർ. അല്ലേ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഷഹീദാവുക എന്ന് പറയുന്നത് അത് എന്താണ്, തഫാഖുറും തഖ്ദീറുമുള്ള ഒരു കാര്യമാണ്. ലിയന ഇബ്നഹ ഹഖഖ അഹ്ലാമഹ ഫി നഹ്രി ഷുഹറ ബൈനന്നാസ് വ തഖ്ദീറുഹും. അല്ല, ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധി നേടിക്കൊണ്ട് തൻ്റെ ഒരു മോഹം തൻ്റെ മകൻ സാക്ഷാത്കരിച്ചു. അപ്പോൾ അതിലേതായിരിക്കും കറക്റ്റായിട്ട് വരിക? അതെ, എന്താണ്, ആളുകൾക്ക് ദുനിയാവിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടി മരിക്കുക എന്ന് പറയുന്നത് ദുനിയാവിൽ ജനങ്ങളുടെ അംഗീകാരവും കിട്ടും, ആഖിറത്തിൽ സ്വർഗവും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഓക്കെ, യെസ്, 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഉമ്മുൽ അബ്ത്വാൽ എന്ന് വന്നിട്ടുള്ളൊരു ഭാഗമാണ്. പിന്നെ ഇവിടെ ഒരു എന്താണ്, ഇഖ്തറൽ ജവാബ് സഹീൽ തക്മിൽ മുദക്കിറാത്ത് താലിയ, 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതുപോലെ എങ്ങെടുത്ത ഒരു എന്താണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ. കുൻതു ഡാഷ് മുന്തു അയ്യാമിൻ മാ സഖാനി അഹദുൻ റഅയ്തു ഡാഷ് ഫിസ് സമാ മസാ അൽയൗം ഡാഷ് അൽ മത്തർ ശരിബത്ത് വ ഡാഷ് വഖൽതു അൽഹംദുലില്ലാ അനൽ യൗം ഡാഷ് ജിദ്ദൻ. ഉണ്ടോ? സിഹാബൻ നസല തഅബ ഇർതവൈതു ഫർഹാന. തഅബ സിഹാബൻ നസല ഇർതവൈതു ഫർഹാന. അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യം ആൻസർ ഇതാണ്, തഅബ. കുൻതു തഅബ മുന്തു അയ്യാമിൻ, ഞാൻ ഭയങ്കര ക്ഷീണമായിരുന്നു. മാ സഖാനി അഹദുൻ, എന്നെ അത് നനച്ചില്ല. റഅയ്തു സഹാബൻ ഫി സമാ, ഞാൻ ആകാശത്ത് എന്ത് ചെയ്തു, മേഘങ്ങൾ കണ്ടു. മസാല്യവും നസലൽ മത്തർ, യെസ്, ഇന്ന് വൈകുന്നേരം മഴ പെയ്തു. ശരിബ്തു, അല്ലേ, വർത്തവൈത്തു, ഞാൻ നനഞ്ഞു, ഞാൻ കുടിച്ചു. വഖുൽതു അൽഹംദുലില്ലാ അനൽ ഫർഹാന ജിദ്ദൻ, ഞാൻ വളരെ ഹാപ്പിയാണ്. 5ാം ക്ലാസ്സിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള അതുപോലെ അങ്ങ് വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, യെസ്, അതാണ്, അത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഒരു ചെടിയുടെ ഒരു ആത്മകഥം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അങ്ങ് ചോദിച്ചതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നോക്കിയേ, ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വന്നിട്ടുള്ളൊരു സംഗതിയാണ് അല്ലേ. മൃഗങ്ങളെല്ലാവരും ഫി സൗത്തിൻ വാഹിദിന് ഒരുമിച്ച് പറഞ്ഞു, ലി അൻ നജു വനഹ്നു അഹ്റാറു, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ സ്വതന്ത്രരാണ്. വഹിബു അലൈന മൻ അന്നഷ്ബ വനഹ്നു സുജന, ഞങ്ങൾക്ക് അടിമകളായി തടവിൽ ആവുന്നതിനേക്കാൾ ഞങ്ങൾക്ക് താല്പര്യം എന്താണ്, ഞങ്ങൾക്ക് വയറ് വിശന്ന് നടക്കുന്നതാണ് അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ അതാണ് ആ ഒരു മൃഗങ്ങൾ ഒരുമിച്ച് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളൊരു ഭാഗമാണ്. ഇതിൽ ഈ വാവ് എന്നുള്ളത് അല്ലേ, വാ ഏതിനമാണെന്നുള്ളതാണ്. വനഹനു, ഞങ്ങളിപ്പോൾ സ്വതന്ത്രരാണ്. വനഹനു, അപ്പോൾ ഒരു അവസ്ഥയെ പറ്റിയിട്ട് പറയുന്ന വാവാണത് അല്ലേ. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക എന്താണ്, വാവുൽ ഹാലാണ്. വാവുൽ ഹാൽ ഒരു അവസ്ഥ പറയുന്നതാണ്. വാവുൽ ഹാലാണ് കറക്റ്റ് ആൻസർ അല്ലേ. അത് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വന്ന ഒരു മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കഥയിൽ നിന്ന് വന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ നഹവി ആയിട്ടുള്ള വശമാണ് ചോദിച്ചത്. ശരിക്കത് പെഡഗോജിയുടെ ഭാഗമല്ല, ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇസ്തറുൽ മാല ഹംദ വതുലുബു ഫിന്നാസി മജിദ ഇന്നമ ദുന്യ ജമാലിലദി ആത്ത വാസ്ദ. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഈ രണ്ട് വരികൾ കൊണ്ട് കവി ആവശ്യപ്പെടുന്നത് അല്ലേ? യത്ലുബു യബിഉ നുഖുദുൽ ഇഷ്തിറാഇൽ ഹംദ് വൽ മജിദ് വൽ കൗന ദുന്യ ജമീല യഖ്ബറു അനൽ ഹംദ് വ ജമാൽ ദുന്യ യഹ്സുലു അലൈഹിമ മൻ യൻഫഖുൽ മാല വഹദ യത്ലുബു അൻ തകൂന ദുന്യ ജമീലൻ ലിമൻ യഅതി വ യഖ്ബറു അനൽ ഹംദ് ലിമൻ യൻഫഖുൽ മാല ഫിൽ ഖൈർ യത്ലുബു ഇൻഫാഖുൽ മാൽ ഫിൽ ഖൈർ ലിൽ ഹുസൂൽ അലൽ ഹംദ് വൽ മജിദ് വ യഖ്ബറു ഇന്ന ദുന്യ തകൂന ജമീലത്തൻ ലിമൻ യുഅത വ യസ്ദ വ യഹദു. ഒരേപോലെ സംഗതിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കവിത ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഈ ഒരു കവിത സഅദ് അൽ ഹഖീഖ എന്ന് പറയുന്ന 6ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കവിതയാണ് ഈ കൊടുത്തിട്ടുള്ളത് ഇല്ലേ. നിങ്ങൾക്ക് എന്താണ് പണം കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹംദ് വാങ്ങാൻ പറ്റും. എന്നിട്ട് ജനങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് മജിദ് നേടാൻ പറ്റും. ദുനിയാവ് എന്താണ്, ഭംഗിയുള്ളതാണ്. നിങ്ങൾ ആളുകൾക്ക് കൊടുക്കണമെന്ന് പറയുന്ന നല്ല കാര്യങ്ങളിലേക്ക് സമ്പത്ത് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന കവിതാ വരിയാണ്. ആ കവിതയുടെ ആശയം ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ്, നമുക്ക് ഹംദും മജിദും ലഭിക്കും എപ്പോൾ, നല്ല കാര്യങ്ങളിൽ പണം ചിലവഴിക്കുമ്പോൾ. അപ്പോൾ ദുനിയാവിൻ്റെ ഭംഗി എന്ന് പറയുന്നത് എന്തിലാണ്? യെസ്, നല്ല കാര്യങ്ങൾക്ക് പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ദുനിയാവിൻ്റെ ഭംഗിയുള്ളത്. അപ്പോൾ അതാണ് അവിടെ കറക്റ്റായിട്ട് ആൻസർ വന്നത്. അപ്പോൾ 6ാം ക്ലാസ്സിൻ്റെ കവിതയുടെ ആശയം അതുപോലെ ചോദിച്ചതാണ്. ഓക്കെ, അടുത്തത് നോക്കൂ. ഇതും 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നൊരു ഭാഗമാണ്. ഷെയ്ഖ് സുലൈമാൻ ഇബ്നു അബ്ദുൽ അസീസ്, അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ ഇല്ലായ്മയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ഒഫീഷ്യൽ പഠനം നിർത്താൻ അദ്ദേഹം നിർബന്ധിതനായി. തൻ്റെ ഫിസനത്ത് സാനിയത്തിൽ ഇബ്തിദായിയ. അങ്ങനെ അദ്ദേഹം ജോലിയും കച്ചവടവും ഒക്കെ തൻ്റെ ചെറിയ പ്രായം തൊട്ടേ ജോലിയും കച്ചവടവും ഒക്കെ അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന് നല്ല സെൽഫ് കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു 3-4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇതിലുണ്ടോ, ഈ താഴെ കൊടുത്തതിൽ നിന്ന് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. അതൊരു ഓപ്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. അത് കറക്റ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തല്ല, പൂർണ്ണമല്ല. പിന്നെ മാത്രമല്ല ഈ 2 ഓപ്ഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതൊരു ഇൻവാലിഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ എന്തല്ല, പൂർണ്ണമല്ല. ഓക്കെ, ആൻസർ കീയിൽ ഇതാണ് വന്നത്. പക്ഷേ എന്നാൽ ഇതും തന്നെയാണ് ഇതല്ല. ഈ ഒരു ഇർത്തറ സുലൈമാൻ അൻഹ ദിറാസത്ത് റസ്മിയ ബിസബബ് ഫഖർ ലുസ്ര, കുടുംബത്തിൻ്റെ ദാരിദ്ര്യം കാരണം പഠനം നിർത്താൻ അദ്ദേഹം നിർബന്ധിതനായി എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റും ശരി തന്നെയാണ്. അതുപോലെ തന്നെ ഇതും ശരിയാണ്. പിന്നെ മാത്രമല്ല അതിൽ ഓപ്ഷൻ എ ഇല്ല. ആ ക്വസ്റ്റ്യൻ്റെ ഇൻസ്ട്രക്ഷൻ ഇവിടെ ഓപ്ഷൻ എ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇൻവാലിഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യമാണ്. മിനസിഫില മുഖാബിൽ നാജിഹ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്, അതിൻ്റെ അകത്ത് വന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. നം ബാക്കിറൻ തഹ്നോ ഖരീറ ഫക്കം കത് തബബ നോമുൻ ജസൂമ. ഉറക്കം, നിങ്ങൾ നേരത്തെ ഉറങ്ങണം. എത്ര അസുഖങ്ങളാണ് ഉറക്കം കാരണം നമ്മുടെ ശരീരത്തെ ഉറക്കം എന്ത് നല്ല രീതിയിലാണ് ഹീലാക്കുന്നത് എന്ന് പറയുന്നൊരു വരിയാണ്. ഇത് 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു കവിതയാണ്. അപ്പോൾ ഇതിൽ എന്ത് നസീഹത്താണ് കൊടുക്കുന്നത് എന്നാണ് ചോദ്യം ഇല്ലേ. ഇതവിടെ ചോദിച്ചു നോക്കൂ. സഹോദര, നീ നേരത്തെ ഉറങ്ങണം. കാരണം അതിലെന്തുണ്ടാവില്ല, നിനക്ക് ആശ്വാസവും റാഹത്തൊന്നും കിട്ടൂല. അപ്പോൾ ഈ ഉറക്കളച്ചിരുന്നാൽ നിനക്ക് എന്ത് ചെയ്യും, ഉറക്കളക്കുന്നത് അതുകൊണ്ട് എത്രമാനം ശരീരത്തിന് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അഹി, സഹോദര, ഇന്ന തആമുക ഷറാബുക ഹുമാ മസ്തർ ഖദായിക, നിൻ്റെ ഭക്ഷണവും വെള്ളവുമാണ് നിൻ്റെ ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, അത് 2 സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത് നോക്കിയ എൻ്റെ സഹോദര, നീ നേരത്തെ ഉറങ്ങണം. കാരണം അത് നിനക്ക് ആശ്വാസം ഉണ്ടാകും. എത്ര ശരീരങ്ങളാണ് ഉറക്കം കാരണം സുഖപ്പെട്ടത്. അടുത്ത് കണ്ടോ, നീ നേരത്തെ ഉറങ്ങണം. അത് നിൻ്റെ ശരീരത്തെ വലുതാക്കുകയും നിൻ്റെ ആത്മാവിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആശയമായിട്ട് വരുന്നത്? യെസ്, ഏതാണ്? ഓപ്ഷൻ സി ആണ്. കാരണം നീ നേരത്തെ ഉറങ്ങുക, അത് നിനക്ക് ആശ്വാസം നൽകും. നിൻ്റെ ശരീരത്തിലേക്ക് ഉറക്കം എന്ത് ചെയ്യും, ആഫിയത്ത് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് നോക്കിയേ. ഷക്കൗത്തു ഇല വക്കി സൂയ. ഉണ്ടോ, ഇതൊരു കവിത വരി പൂരിപ്പിക്കാനാണ് കൊടുത്തിട്ടുള്ളത്. ഇമാം ഷാഫി റഹിമഹുല്ലയുടെ വരികളാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു കവിതാ വരിയാണ്. അത് ഇങ്ങനെയാണ്: ഷക്കൗത്തു ഇല വക്കിയ സുഅഹിഫ്ലി തർക്കിൽ മആസി വഖബറനി ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ അത് പൂരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ
ഈ ഒരു പെഡഗോജിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ പെഡഗോജിയിൽ വീണ്ടും ടെക്സ്റ്റ് ബുക്കുകളുമായി ബന്ധപ്പെട്ട വേറെയും കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. എന്നാലും ഇതിൽ ഏകദേശം ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പെഡഗോജി തീർച്ചയായിട്ടും നമ്മൾ തിയറികളും കാര്യങ്ങളൊക്കെ നോക്കുന്നതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ടെക്സ്റ്റ് ബുക്കുകൾ കൂടെ, ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളൊക്കെ നോക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് കാണുന്നുണ്ട്. കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് അറബി അറിയുന്ന ഏതൊരാൾക്കും എഴുതി പോകാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും, അതായത് ഒന്നും കൂടെ നമ്മൾ ആ പഠിച്ച ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടും കണ്ടും പരിചയമുള്ള ഒരു ഭാഗമാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ഒന്നും കൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ എല്ലാവരും ഒന്ന് ഇവിടെ വായിച്ചു നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. 5, 6, 7 ക്വസ്റ്റ്യൻസൊക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്ത് നല്ല റാങ്കുകളിൽ എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ജദാറയുടെ ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.